എറണാകുളം കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ പോലീസിന്റെ അതുപോലെ ഡാൻസ് ഓഫിന്റെ മിന്നൽ പരിശോധന നടന്നു. അതിനുശേഷം കണ്ടെത്തിയത് വലിയ കഞ്ചാവ് ശേഖരമാണ്. 7 മണിക്കൂർ നീണ്ട പോലീസ് പരിശോധനയിൽ 2 കിലോയിലധികം കഞ്ചാവും അത് തൂക്കി വിൽക്കാൻ ഉപയോഗിച്ചിരുന്ന ത്രാസും പിടികൂടിയിട്ടുണ്ട്. കോളേജിലെ SFI KSU പ്രവർത്തകർ ഉൾപ്പെടെ 3 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഹോളി ആഘോഷത്തിനായാണ് ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന SFI പ്രാദേശിക നേതൃത്വത്തിന്റെ വാദം തള്ളിയ സംസ്ഥാന നേതൃത്വം ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് അറിയിച്ചു. ഒരു സർക്കാർ പോളിടെക്നിക്കിൻ്റെ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടുക, അതും 2 കിലോയോളം. കഞ്ചാവ് മാത്രമല്ല, അത് തൂക്കി വിൽക്കാനുള്ള ത്രാസും പോലീസ് കണ്ടെടുത്തു. അതീവ ഗൗരവമായ സംഭവമാണ് കളമശ്ശേരി പോളിടെക്നിക്കിലെ മെൻസ് ഹോസ്റ്റലിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഹോസ്റ്റലിലെ പോലീസ് പരിശോധന. 7 മണിക്കൂർ നീണ്ട പരിശോധനയിൽ KSU പ്രവർത്തകരായ ആകാശ്, ആദിൽ എന്നീ വിദ്യാർത്ഥികളുടെ മുറിയിൽ നിന്ന് പിടിച്ചെടുത്തത് 2 കിലോ കഞ്ചാവും ഇലക്ട്രിക് ത്രാസും. പരിശോധനയ്ക്കിടെ ആദിൽ ഓടി രക്ഷപ്പെട്ടുവെന്നാണ് ആരോപണം. ആകാശിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. SFI യൂണിയൻ ജനറൽ സെക്രട്ടറിയായ അഭിരാജിന്റെ മുറിയിൽ നിന്ന് ലഭിച്ചത് 9 ഗ്രാം കഞ്ചാവാണ്. അളവിൽ കുറവായതിനാൽ അഭിരാജ്, ആദിത്യനെതി വിദ്യാർത്ഥികൾക്ക് സ്റ്റേഷൻ ജാമ്യം ലഭിച്ചു. ആദിൽ സ്റ്റേഷനിൽ റിമാൻഡിലാണ്. കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുമെന്ന് പോലീസ്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, അപ്പോൾ കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. ഇനി കൂടുതൽ പേരുടെ ഇൻവോൾവ്മെൻറ്റ് ആണ് നമുക്ക് പരിശോധിക്കേണ്ടതുള്ളൂ. നിലവിൽ നമ്മൾ പിടിച്ചിരിക്കുന്ന അവർ കൃത്യമായും ഇതിനകത്ത് ഉൾപ്പെട്ടവർ തന്നെയാണ്. അത് കൃത്യതയോടെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അഭിരാജിനെ ഭീഷണിപ്പെടുത്തി കേസിൽ കുടുക്കിയതാണെന്നാണ് SFIയുടെ പ്രതികരണം. മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നും SFI. ആദിലും അനന്തവും നാടുവിട്ടു. ഇവർ ഒളിവിൽ പോയിരിക്കുകയാണ്. ഇവരെവിടെയെന്ന് പോലീസ് അന്വേഷിക്കുന്ന പോലുമില്ല. ഈ നിലക്ക് ഉള്ള ഒരു അന്വേഷണം ശരിയായിട്ടുള്ളതല്ല. അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ആകാശ് പോലീസിന് മുമ്പാകെ പറഞ്ഞിട്ടുള്ള മൊഴി എടുക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസ് തയ്യാറാവണം. KSUവിന്റെ മുറിയിൽ നിന്ന് ഇത്തരത്തിൽ വലിയ കനത്തിൽ കഞ്ചാവ് പിടിക്കുമ്പോൾ SFIക്കാരന് വിരിക്കട്ടെ ഒന്ന് എന്നുള്ള നിലക്ക് KSUക്കാർ കൊണ്ട് പ്രതിഷ്ഠിച്ചതാണോ, പ്ലാൻ ചെയ്തിട്ടുള്ളതാണോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട്. ആഭ്യന്തരമന്ത്രിക്കടക്കം മുഖ്യമന്ത്രിക്കടക്കം പരാതി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ച് നിയമപരമായി തന്നെ അതിൻ്റെ അകത്ത് മുന്നോട്ട് പോകും. അതിൻ്റെ റൂമിലോട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞ്, എന്താ എടാ ഇവിടെ നിന്ന് സാധനം കിട്ടിയിട്ടുണ്ട്, ഇവിടെ ഇത് നിൻ്റെ റൂമാണെന്ന് വെച്ച്. ഞാൻ പറഞ്ഞു എൻ്റെ റൂമല്ല സാറേ, എൻ്റെ റൂം മേളിലാണ്. എൻ്റെ റൂമിൽ കൊണ്ട് കാണിച്ചപ്പോൾ എൻ്റെ റൂമിലും ആൾക്കാർ പറഞ്ഞിട്ട്, എടാ ഇത് നിൻ്റെ റൂമാണോ, നിൻ്റെ റൂമിൽ സാധനം ഉണ്ടല്ലോ, അതുണ്ടല്ലോ ഇതുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കബോർഡിലൊന്നുമില്ല, ഷർട്ടിലൊന്നുമില്ല, എൻ്റെ പാൻറ്റിലൊന്നുമില്ല. ഞാൻ ഇവിടെ കയറി വന്നു, എൻ്റെ ദേഹം പരിശോധിച്ചു, എൻ്റെ ദേഹത്തൊന്നുമില്ല, ഞാനൊന്നും ഉപയോഗിച്ചിട്ടുമില്ല. ഞാൻ ഇതുവരെ ഇതൊരു കാര്യങ്ങൾ ഉപയോഗിക്കാത്തൊരു വ്യക്തിയാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് ഇതൊന്നും അറിയാത്ത കാര്യങ്ങളാണ് സാറേ. എന്നാൽ ആരോപണങ്ങൾ KSU നിഷേധിച്ചു. ഇന്ന് നടക്കുന്ന ഹോളി ആഘോഷത്തിനു വേണ്ടി വിദ്യാർത്ഥികൾക്കിടയിൽ വിതരണം ചെയ്യാൻ കഞ്ചാവ് എത്തിച്ചതായാണ് വിലയിരുത്തൽ. പിടിയിലായ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. പിടിച്ച വിദ്യാർത്ഥികളെ സ്വാഭാവികമായിട്ടും അക്കാഡമിക് കൗൺസിൽ വഴി നമ്മളെ അവരെ പഠനത്തിന് തൽക്കാലം ഇപ്പോൾ ഫൈനൽ ഇയർ കുട്ടികളാണ്. അത് ഇന്നിപ്പോൾ തീരുമാനിക്കണം. അപ്പോൾ കൗൺസിൽ കൂടി തീരുമാനിച്ച്, കൗൺസിലിൽ നിന്ന് കൂടുമല്ലോ, കൗൺസിൽ കൂടി തീരുമാനിച്ച് നടപടി സ്വാഭാവികമായിട്ടും ഉണ്ടാകും. പോലീസിനെതിരായ പ്രതികളുടെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് നർക്കോട്ടിക് ACP 24 പറഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ചയായി കോളേജിലും ഹോസ്റ്റലിലുമായി വ്യാപക പിരിവ് നടന്നിട്ടുണ്ട്. കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും. അവർ താമസിക്കുന്ന മുറി തന്നെയാണ് അത്. ആ മുറിയിൽ ആരാണ് അവർക്ക് താമസിക്കുന്നത്? ഓരോ വിദ്യാർത്ഥികൾക്ക് ഓരോ മുറി ഉണ്ടല്ലോ, പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുറിയിൽ മേടിച്ച ആളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കൂടുതൽ പ്രതിനെ അറസ്റ്റ് ചെയ്യും നമ്മൾ. വിദ്യാർത്ഥികൾക്ക് ആര് കഞ്ചാവ് കൈമാറിയെന്നതിലാണ് അന്വേഷണം. കളമശ്ശേരിയിലെ പ്രധാന ലഹരി ഇടപാടുകാരെ കേന്ദ്രീകരിച്ചും അന്വേഷണം ശക്തമാണ്. SFIയും KSUവും ആരോപണങ്ങൾ നിഷേധിക്കുകയാണ്. അപ്പോഴും ആരാണ് ഈ 2 കിലോ കഞ്ചാവും ത്രാസും ഹോസ്റ്റലിൽ എത്തിച്ചതെന്ന ചോദ്യം ബാക്കിയാണ്. ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പുറത്തുനിന്നുള്ള ആരെങ്കിലും ആണോ എന്ന ചോദ്യവും അവിടെയുണ്ട്. വിശദമായ അന്വേഷണമുണ്ടാകും. കൂടുതൽ അറസ്റ്റുകളും. കൊച്ചിയിൽ നിന്ന് മാഹിൻ ജാഫറിനൊപ്പം വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. ആരാണ് ഈ ലഹരി വസ്തുക്കൾ വിദ്യാർത്ഥികൾക്ക് എത്തിച്ചു നൽകുന്നത് എന്ന കാര്യത്തിൽ കൂടി വളരെ വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസിന് കടക്കേണ്ടതുണ്ട്. അവിടെയുള്ള പ്രിൻസിപ്പലിൻ്റെ പ്രതികരണം ഇന്ന് രാവിലെ മുതൽ നമ്മൾ കേൾക്കുന്നതാണ്. ക്യാമ്പസിലേക്ക് പുറത്തുനിന്നുള്ള ആളുകൾ എത്തുന്നുണ്ട്, അവിടെ പല സാധനങ്ങളും വിതരണം ചെയ്യുന്നുണ്ട്. അവിടെയുള്ള വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെടുകയും അത് പോലീസിൻ്റെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയും ചെയ്തതാണ് എന്നൊക്കെ പ്രിൻസിപ്പൽ പറയുന്നുണ്ട്. സമീപകാലത്ത് വന്ന വാർത്തകളൊക്കെ നമുക്കറിയാം. അതിൽ തന്നെ ഈ പ്രായപൂർത്തിയാകാത്തവരുടെ ലഹരി ഉപയോഗം, അവരെ ക്യാരിയർമാരാക്കിക്കൊണ്ട് അവരെ വിൽപ്പന
വിൽപ്പനയ്ക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലഹരി സംഘങ്ങൾ വിളയാടുന്ന സാഹചര്യം. ഇതിനൊക്കെ ഒരു അറുതി വരുത്താൻ കർശനമായ പരിശോധന വരും ദിവസങ്ങളിലും ഉണ്ടാകേണ്ടതുണ്ട്. അത് എക്സൈസിൻ്റെ ഭാഗത്തുനിന്ന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. കമന്റ് ബോക്സിലേക്ക് പോവുകയാണെങ്കിൽ ഈ കോളേജ് ക്യാമ്പസിലെ ഹോസ്റ്റലിൽ നിന്ന് ഇങ്ങനെ ഒരു മിന്നൽ പരിശോധന നടത്തേണ്ട സാഹചര്യവും അവിടെ നിന്ന് 2 കിലോയിലധികം കഞ്ചാവ് പിടികൂടേണ്ട നിലയും അത് തൂക്കാൻ ഉപയോഗിച്ചിരുന്ന ത്രാസ് അവിടെ നിന്ന് കണ്ടെത്തേണ്ടത്, അതിലൊക്കെ വലിയ നടുക്കം പ്രേക്ഷകരും രേഖപ്പെടുത്തുന്നുണ്ട്. കർശനമായ നടപടി ഈ വിഷയങ്ങളിൽ പൊതുവായി വേണം, പരിശോധനകൾ തുടരണം എന്ന ആവശ്യം പ്രേക്ഷകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്.